മണ്ണും കല്ലുമൊക്കെ കയറ്റാനല്ലേ സാധാരണ നമ്മൾ ലോറി വിളിക്കുക. ലോറി കൊണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ കാര്യങ്ങൾ വരും. എന്നാൽ ആരും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന് കൂടി ലോറി ഉപയോഗിക്കാമെന്നാണ് ഞങ്ങളുടെ റഹീസ് റഷീദ് പറയുന്നത്. എന്താണോ എന്തോ നോക്കാം. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയിൽ കൃഷി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സംഗതി ദേ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് വെള്ളരിയുണ്ട്, മത്തനുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, മുളകുണ്ട്, ചീരയുണ്ട്. ഇതെന്താ സംഭവം എന്നല്ലേ പറയാം. സംഗതി ആൾ കസ്റ്റഡിയിലാണ്. ആരുടെ കസ്റ്റഡിയിൽ? തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ മസ്തയുള്ളത്. എന്തോ മണലടിയോ മറ്റോ ആണ്. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലിട്ടിരിക്കുകയാണ്. റോഡ് സൈഡിൽ അട്ടക്കളങ്ങരയാണ് ഈ കാണുന്നത്. അട്ടക്കളങ്ങര ജംഗ്ഷനിൽ റോഡ് സൈഡിൽ ഈ മസ്ത കിടക്കുന്നു. കുറേ നാളുകളായി കിടക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ പുറത്ത് പോലീസുകാരുടെയോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ ഒന്നും അനുമതി വാങ്ങാതെ ഇതൊക്കെ ഇങ്ങനെ കായ്ച്ച് വരികയാണ്. ഇതിനകത്ത് കണ്ടോ ചേമ്പൊക്കെ കണ്ടോ? ചേമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ അല്ല, ചേമ്പൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇതിങ്ങനെ കായ്ച്ചു വരുന്നു. സമീപത്തെ കടക്കാരൊക്കെ വെള്ളരിയും മത്തനും ഒക്കെ വരുമ്പോൾ വിഷുവൊക്കെ ആയപ്പോൾ വെള്ളരിയൊക്കെ അതിനകത്ത് നിന്ന് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒപ്പം മുളകുണ്ട്. മുളക് ഏറ്റവും മുകളിലാണ്. അങ്ങനെ 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 കിടക്കുകയാണ്. ഇതിനകത്ത് ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സ്ഥലം പറഞ്ഞാൽ ഇതുണ്ടോ, ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ ബോർഡാണിത്. പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അടുത്ത സീസണിൽ കായ്ക്കാനുള്ള പൂക്കളൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോറിയും കടന്ന് വളർന്ന് ഇതാ താഴെ റോഡിൽ വരെ മുട്ടിയിട്ടുണ്ട്. ഇനി പോലീസുകാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ടയറിലും ഈ ഡോറിലുമൊക്കെ ചെടികൾ വന്ന് ഇത് മൊത്തത്തിലൊരു എന്താ പറയുക, കാട് പിടിച്ച അല്ലെങ്കിൽ ചെടികൾ പിടിച്ച ഒരു രൂപത്തിൽ വരും. തന്നെ വളർന്നു വന്നതാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ കുറച്ച് വെള്ളവും വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ മത്തനും ചേമ്പും ചേനയും മുളകും ചീരയുമൊക്കെ ഗംഭീരമായി ഇതിനകത്ത് വളരും. നമുക്ക് ഒരു വിളവെടുപ്പ് ആഘോഷം തന്നെ നടത്തിക്കളയാം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.